ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ശ്രീമതി കർണം സുബ്ബമ്മ. ശ്രീ സത്യസായി ചരിതത്തിൽ യശോദയുടെ സ്ഥാനമാണ് സുബ്ബമ്മയ്ക്ക്. ദേവകി ദേവിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചു. പക്ഷേ വളർത്താനും ലാളിക്കാനും ഭാഗ്യം കിട്ടിയത് യശോദയ്ക്കും. അതുപോലെയായിരുന്നു ഭാഗ്യവതിയായ സുബ്ബമ്മയ്ക്കും. പുട്ടപർത്തിയിലെ വളരെ ധനികയും കുലീനയുമായ മഹതി. മക്കൾ ഉണ്ടായിരുന്നില്ല. ദാനശീലയായിരുന്നു അവർ. തനിക്കുള്ളതൊക്കെ പങ്കിടാൻ ഒരു വിഷമവും സുബ്ബമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അവർ പറയുമായിരുന്നു, ഈശ്വരൻ സമ്മാനിച്ച ധനം ഞാൻ സഹജീവികളുമായി പങ്കിടുന്നു, അത്രമാത്രം. സുബ്ബമ്മയും ഈശ്വരാമ്പയും നല്ല സൗഹൃദത്തിലായിരുന്നു. പക്ഷേ അവരുടെ ഭർത്താക്കന്മാർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീടുകളിൽ അവർ പരസ്പരം പോകാറുമുണ്ടായിരുന്നില്ല. സത്യൻ എന്നാണ് സുബ്ബമ്മ സ്വാമിയെ ആദ്യകാലം വിളിച്ചിരുന്നത്. മുറ്റത്തും തെരുവിലും കളിച്ചു നടക്കുന്ന സത്യനെ അവർ പലവട്ടം വിളിക്കും. പക്ഷേ സത്യൻ ശ്രദ്ധിക്കില്ല. ഒടുവിൽ അടുത്തു വന്ന് ചോദിക്കും, എന്താ കുട്ടി, നീ എൻ്റെ വീട്ടിൽ വരാത്തത്? സത്യൻ പറയും, ക്ഷണിക്കാതെ ഞാൻ എന്തിനു വരണം? യാചകരാണ് അങ്ങനെ വരിക. ക്ഷണിക്കൂ, ഞാൻ വരാം. അതെ, ഈശ്വരൻ ക്ഷണിക്കാതെ നാം ആഗ്രഹിക്കാതെ വരില്ല. ഒരു ദിവസം സുബ്ബമ്മ വിളിച്ചു, രാജു, ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, വീട്ടിലേക്ക് വരൂ. അപ്രതീക്ഷിതമായി ഒരു ദിവസം സത്യൻ കുറച്ചു കൂട്ടുകാരുമായി സുബ്ബമ്മയുടെ വീട്ടിലെത്തി. അവർ വല്ലാതായി. എല്ലാവർക്കും കൊടുക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടില്ല. അവർ സത്യനോട് സ്വകാര്യമായി പറഞ്ഞു, രാജു, എല്ലാവർക്കും ആഹാരം തികയില്ല. നാളെ കുട്ടികളുമായി വരുമോ? സത്യൻ തലയാട്ടി. പിറ്റേ ദിവസം കൂട്ടുകാരുമായി സത്യൻ ചെന്നു. പുറപ്പെടുന്നതിന് മുമ്പേ സത്യൻ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുബണ്ണ ബ്രാഹ്മണ സ്ത്രീയാണ്. നിങ്ങൾ കഴിയുന്നത്ര ആചാരം പുലർത്തണം, കഴിയുന്നത്ര അകലം സൂക്ഷിക്കണം. ശീലിച്ചു വന്ന ആചാരങ്ങളും ശീലങ്ങളും പൊടുന്നനെ മാറ്റുക അവർക്ക് ദുഷ്കരമാണ്. സത്യനും കൂട്ടുകാരും ആഹാരം കഴിക്കാനിരുന്നു. സുബ്ബമ്മ ഒരു പ്രത്യേക തരം വിഭവം ഉണ്ടാക്കി പാത്രത്തിൽ കൊണ്ടുവന്നു. പിന്നീട് അത് കുട്ടികളുടെ കൈകളിലേക്ക് വിളമ്പി കൊടുക്കാൻ തുടങ്ങി. കൂട്ടുകാരെ ആദ്യം ഊട്ടുന്നതാണ് സത്യന് ഇഷ്ടമെന്ന് അവർക്കറിയാമായിരുന്നു. കൂട്ടുകാരായ പട്ടിണിപ്പാവങ്ങൾ നല്ല ഭക്ഷണം വയറു നിറയെ കഴിക്കുന്നത് കണ്ട് സത്യൻ ആനന്ദിച്ചു. അവസാനം പാത്രത്തിൽ ആഹാരം വളരെ കുറവായി. സത്യന് കഴിക്കാൻ മാത്രമില്ല. സുബ്ബമ്മയ്ക്ക് വിഷമമായി. അവർ ആ ഭക്ഷണം എടുത്ത് സത്യന്റെ വായിൽ വെച്ചു കൊടുക്കാൻ ഒരുമ്പെട്ടു. അത് കണ്ട് കുട്ടികൾ പിറുപിറുക്കാൻ തുടങ്ങി. നോക്കൂ, സുബ്ബമ്മ നമുക്കൊക്കെ കയ്യിലിട്ട് തന്നു, സത്യന് വായിൽ വെച്ചു കൊടുക്കുന്നു. അന്തരീക്ഷം കനം വെക്കുന്നതറിഞ്ഞ് സത്യൻ മെല്ലെ സുബ്ബമ്മയോട് പറഞ്ഞു, നോക്കൂ, കുട്ടികൾ ഇത് കണ്ട് അതൃപ്തരാകുന്നു. സാഹചര്യത്തിനൊത്ത് ഉയർന്ന് സുബ്ബമ്മ പറഞ്ഞു, എൻ്റെ മക്കളെ, സത്യനെ പോലെ തന്നെ നിങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ആദ്യം വിളമ്പിയാലേ സത്യന് ഇഷ്ടമാകൂ. അതാണ് ഞാൻ ആദ്യം ചെയ്തത്. പക്ഷേ ആഹാരം തീർന്നുപോയി. തവിയിൽ എടുക്കത്തക്ക വിധം പാത്രത്തിൽ ഇനി ഇല്ല. നിങ്ങൾ അതറിഞ്ഞാൽ വിഷമിക്കും. അതാണ് ഞാൻ കൈകൊണ്ട് വാരി സത്യന് കൊടുക്കാൻ ശ്രമിച്ചത്. ഇത് കേട്ട് കുട്ടികൾ വല്ലാതായി. സുബ്ബമ്മ തുടർന്നു, നിങ്ങളും രാജുവിനെ പോലെ ആകണം. സ്വാർത്ഥത അരുത്. മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം. മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണെന്ന് അറിയുക. അതിനുശേഷം സുബ്ബമ്മ സത്യനോട് പറഞ്ഞു, രാജു, ഞാൻ നിങ്ങൾക്ക് വൈകുന്നേരം ചിത്രാന്നം ഉണ്ടാക്കി തരാം. അതിനായി കുറച്ച് ചീരയില പറിച്ചു കൊണ്ടുവരൂ. പൊക്കം കുറവെങ്കിലും അക്കൂട്ടത്തിൽ പ്രായമുള്ളത് സത്യനായിരുന്നു. സത്യൻ ചിത്രാന്നം ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇലകൾ ശേഖരിക്കാൻ പോയി. സത്യൻ അടുത്തില്ലാത്തപ്പോൾ സത്യന്റെ മഹത്വം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനായി സുബ്ബമ്മ ബുദ്ധിപൂർവം സത്യനെ കൂട്ടുകാരിൽ നിന്ന് മാറ്റിയതായിരുന്നു അത്. സുബ്ബമ്മ കുട്ടികളോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ മക്കളെ, രാജുവിനെ ഉറ്റ ചങ്ങാതിയായി കിട്ടിയ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാർ. രാജു സാധാരണ കുട്ടിയല്ല, രാജാതിരാജനാണ്. നോക്കിക്കോളൂ, താൻ ആരെന്ന് അവൻ സ്വയം തെളിയിക്കുന്ന കാലം വരും. ഒരിക്കലും രാജുവിനോട് കോപിക്കരുത്. അങ്ങനെ ചെയ്താൽ ദേവതകളുടെ കോപം നിങ്ങൾക്കുണ്ടാകും. രാജുവിനെ സന്തുഷ്ടനാക്കുക. അങ്ങനെ നിങ്ങളും സന്തോഷം അനുഭവിക്കുക. രാജുവിന് നിങ്ങൾ അതൃപ്തി ഉണ്ടാക്കിയാലും അതവൻ വെളിയിൽ ആരോടും പറയില്ല, പ്രകടിപ്പിക്കില്ല. പക്ഷേ അതിന്റെ ദൂഷ്യഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിനാൽ എപ്പോഴും രാജുവിനെ സന്തുഷ്ടനും സംതൃപ്തനുമാക്കുക.
സുബ്ബമ്മയുടെ സപത്നി കമലാമ്മ ഇതെല്ലാം കേട്ടപ്പോൾ ചോദിച്ചു, എന്റെ സഹോദരി, കുട്ടികളോട് ഇത്തരം തത്വശാസ്ത്രം പറഞ്ഞാൽ അവർക്ക് വല്ലതും പിടികിട്ടുമോ? സുബ്ബമ്മ പറഞ്ഞു, ഇത് തത്വശാസ്ത്രമല്ല, ഞാൻ ഇവരെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എനിക്ക് മക്കളില്ലാത്തതിനാൽ ഇവരെയൊക്കെ ഞാൻ എൻ്റെ മക്കളായി കാണുന്നു. ഇവർ സദാ രാജുവിനോടൊപ്പം കഴിഞ്ഞുകൂടുന്നു. രാജു ആകട്ടെ എൻ്റെ ജീവശ്വാസവുമാണ്. ഭക്തസേവനത്തിനായി സത്യനെ കുറിച്ച് ഗ്രാമം അറിഞ്ഞു തുടങ്ങിയ കാലം. കാളവണ്ടിയിലും മറ്റും പർത്തിയിലേക്ക് ജനം ഒഴുകാൻ തുടങ്ങി. ശാരീരിക മാനസിക രോഗങ്ങൾക്ക് സൗഖ്യം തേടി ധാരാളം പേർ വന്നു. ഭൂത പ്രേതാദികൾ ബാധിച്ചിരിക്കുന്നു എന്നും പറഞ്ഞും ചിലർ വന്നു. സത്യനെ കണ്ട മാത്രയിൽ ചിലരുടെ ക്ലേശങ്ങൾ മാറി. അതും വലിയ സംസാര വിഷയമായി. അതോടെ ജനങ്ങളുടെ ഒഴുക്ക് വീണ്ടും വർദ്ധിച്ചു. വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. പെദ്ദ വെങ്കപ്പരാജു ഭക്തജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ തുടങ്ങി, ദയവ് ചെയ്ത് ആഴ്ചയിലൊരിക്കൽ, അതായത് വ്യാഴാഴ്ച മാത്രം വരിക. സത്യനെ തേടിയെത്തിയവർ സമ്മതിച്ചില്ല. അവർ ശക്തമായി പ്രതികരിച്ചു, അതെങ്ങനെ സാധ്യമാകും? വ്യാഴാഴ്ച വരെ ഇനി കാത്തിരിക്കാനോ? അപ്പോഴേക്കും ഞങ്ങളുടെ രോഗം ഗുരുതരമാകും. അയൽവാസിയായ സുബ്ബമ്മ ഉടൻ ഇടപെട്ടു. അവർ ഒരു നിർദ്ദേശം വെച്ചു, വെങ്കമ്മ, സത്യനെ കാണാൻ വരുന്നവരെ സ്വീകരിക്കാനും പരിചരിക്കാനും അങ്ങയുടെ വീട്ടിൽ ഇടം പോരാ. അതുകൊണ്ട് സത്യനെ എൻ്റെ വീട്ടിലേക്ക് വിടൂ. സത്യന്റെയും ഭക്തന്മാരുടെയും ആവശ്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അതിനുശേഷം അവർ സത്യനോട് പറഞ്ഞു, സത്യ, എനിക്ക് സന്താനങ്ങളില്ല. വരുന്ന ഭക്തന്മാർക്കുള്ള ആഹാരം ഞാൻ തയ്യാറാക്കാം. ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുമോ? ഭഗവാൻ സമ്മതിച്ചു. അന്നു മുതൽ സുബ്ബമ്മ ഭക്തന്മാരെ സേവിക്കാൻ തുടങ്ങി. ഒരിക്കൽ സ്വാമി അരുളി, യശോദയ്ക്ക് കൃഷ്ണനോടുള്ളതിനേക്കാൾ സ്നേഹമായിരുന്നു സുബ്ബമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്നത്. കാവി അങ്കി. ഒരു ദിവസം സ്വാമി സുബ്ബമ്മയോട് പറഞ്ഞു, സുബ്ബമ്മ, എനിക്ക് ഒരു കാവി അങ്കി വേണം. സ്വാമി, ധോത്തി പോരെ, എന്തിനാണ് അങ്കി ധരിക്കുന്നത്? അവർ ചോദിച്ചു. പോരാ, കാവി നിറമുള്ള അങ്കി തന്നെ വേണം. ഞാൻ കാവി ധരിക്കേണ്ട സമയം വരാൻ പോകുന്നു. സുബ്ബമ്മ ഒരിക്കലും സ്വാമിയുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളയാറില്ല. അവർ താമസിയാതെ ഒരു അങ്കി തുന്നിച്ചു കൊണ്ടുവന്നു. തയ്യൽ കൂലിയും ചേർത്ത് 2.25 അണയായി. സ്വാമി സസന്തോഷം അങ്കി സ്വീകരിച്ചു. സ്വാമിയെ ആ വേഷത്തിൽ കാണുന്നതിനായി സുബ്ബമ്മ ഈശ്വരാമ്പയെ വിളിച്ചു കൊണ്ടുവന്നു. കാവി അണിഞ്ഞു നിൽക്കുന്ന മകനെ കണ്ട് ഈശ്വരാമ്പ കരയാൻ തുടങ്ങി. പുത്രൻ സന്യസിച്ചു പോകുമോ എന്ന് പാവം അമ്മ ഭയന്നുപോയി. അവർ വേവലാതിയോടെ പറഞ്ഞു, സ്വാമി, എന്തത്? ഇങ്ങനെ കാണാനാണോ എന്നെ വിളിച്ചു കൊണ്ടുവന്നത്? മതി മതി, എനിക്കിത് കാണാൻ വയ്യ. സ്വാമി ഈശ്വരാമ്പയെ ബോധ്യപ്പെടുത്താനായി പറഞ്ഞു, ജനങ്ങളുടെ മനസ്സിലുള്ള കഷായം, ദുശ്ചിന്തകൾ മാറ്റാനാണ് ഞാൻ ഈ കാഷായ വേഷം ധരിക്കുന്നത്. ഈശ്വരാമ്പയുടെ ഉള്ളൊന്നു തണുത്തു. അമ്മയെ ആശ്വസിപ്പിക്കാനായി കുറച്ചുകാലം ബാബ കാവി നിറം ഉപയോഗിച്ചില്ല. ഊരുവിലക്ക്. ഗ്രാമത്തിലെ അന്തരീക്ഷം സുബ്ബമ്മയ്ക്ക് അത്ര അനുകൂലമായിരുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ തന്നെ സമുദായമായ ബ്രാഹ്മണ സമാജത്തിൽ നിന്ന്. സമാജക്കാർ ചിന്തിച്ചു, സുബ്ബമ്മ ബ്രാഹ്മണ കുലം, സത്യൻ ക്ഷത്രിയ കുലം. സത്യനെ സുബ്ബമ്മയുടെ വീട്ടിൽ താമസിപ്പിക്കുന്നത് എങ്ങനെ ശരിയാകും? അവർ സത്യനെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുകയാണെങ്കിൽ അവരെ നമ്മുടെ ഗൃഹങ്ങളിൽ കയറ്റരുത്. നാം ആരും അവരുടെ വീട്ടിലും പോകരുത്. ഊരവിലക്ക് നടത്താൻ തന്നെ അവർ തീരുമാനിച്ചു. വിവരം സുബ്ബമ്മയെ അറിയിച്ചു. ഒരു കൂസലുമില്ലാതെ സമുദായ നേതാക്കളോട് അവർ പ്രതികരിച്ചു, എനിക്ക് ആരെയും ആവശ്യമില്ല. ആരുടെ വീട്ടിലും ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. എന്തു സംഭവിച്ചാലും ഞാൻ ഈ കുട്ടിയെ വിടില്ല. സത്യനെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കുക സുബ്ബമ്മയ്ക്ക് അചിന്ത്യമായിരുന്നു. അതിന്റെ ഫലമായി ബ്രാഹ്മണ സമുദായം മുഴുവനും അവർക്കെതിരായി. പക്ഷേ സുബ്ബമ്മ തെല്ലും കുലുങ്ങിയില്ല. ഭഗവത് വിഷയത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നേരിടാൻ തനിക്ക് കഴിയുമെന്ന് അവർക്കറിയാമായിരുന്നു. 60 വയസ്സുണ്ട് അന്ന് ആ അമ്മയ്ക്ക്. അവർ സദാ സ്വാമിയുടെ നാമം ജപിച്ചുകൊണ്ടിരിക്കും. തന്റെ ദൃഷ്ടിപഥത്തിൽ സ്വാമി ഇല്ലെങ്കിൽ സുബ്ബമ്മയ്ക്ക് ഉറങ്ങാൻ കൂടി സാധ്യമല്ലായിരുന്നു. ഒരു ദിവസം സ്വാമിയുടെ കളിക്കൂട്ടുകാരുടെ അമ്മമാരെ വിളിച്ച് സുബ്ബമ്മ പറഞ്ഞു, ഇന്നു മുതൽ ഈ കുട്ടികൾ നിങ്ങളുടെ മാത്രമല്ല, എന്റേതു കൂടിയാണ്. ഇനി ഇവർ ഇവിടെ രാജുവിനൊപ്പം താമസിക്കും. സ്വാമിയുടെ സുരക്ഷിതത്വം മാത്രമായിരുന്നു ആ പുണ്യവതിയുടെ ചിന്ത. അലക്കുകാരൻ സുബ്ബണ്ണയെയും ചന്ദ്രപ്പയുടെ മകൻ സുബ്ബണ്ണയെയും സ്വാമിയുടെ അംഗരക്ഷകരായി സുബ്ബമ്മ നിയോഗിച്ചു.
അതിൽ ഒരു സുബ്ബണ്ണയ്ക്ക് 7 അടി പൊക്കവും അതിന് തക്ക വണ്ണവുമുണ്ട്. ഇരുവരും ശക്തർ. സുബ്ബമ്മ പറഞ്ഞു, മന്ദിരത്തിൽ സ്വാമി ഒറ്റയ്ക്കാണ് കിടക്കുക. രാപകൽ നിങ്ങൾ മാറി മാറി സ്വാമിക്ക് കാവൽ നിൽക്കണം. സ്വാമിക്ക് നന്നേ ചെറുപ്പം. നദിയിൽ കുളിക്കാൻ പോകുമ്പോൾ കൂടെ പോകണം. നടക്കാൻ വിഷമമുണ്ടായാൽ തോളിലേറ്റണം. എന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കണം. ഹരിയുടെ ജനം. ഹരിജനായ ഗംഗപ്പ ഒരിക്കൽ സത്യനെ തന്റെ കുടിലിലേക്ക് ക്ഷണിച്ചു. സ്വാമി വിവരം സുബ്ബമ്മയെ അറിയിച്ചു. അവർക്കും കൂടെ പോരണമെന്നായി. ബ്രാഹ്മണ സമുദായം അതറിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ സത്യൻ സുബ്ബമ്മയെ ഓർമ്മിപ്പിച്ചു. സുബ്ബമ്മ വീറോടെ പറഞ്ഞു, സ്വാമിക്ക് പോകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് വയ്യ? എനിക്ക് മനുഷ്യർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഞാനും വരുന്നു. സുബ്ബമ്മ കൂടെ വരുന്നത് കണ്ട് ഗംഗപ്പ ഭയന്നു പോയി. അത് കണ്ട് സ്വാമി പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ ഹരിജനാണ്. അതായത് ഹരിയുടെ, വിഷ്ണുവിന്റെ മക്കൾ. ജാതി മത വ്യത്യാസങ്ങളെ ഉപേക്ഷിക്കുക, ഒരുമയോടെ കഴിയുക. സായി നാഗേശ്വര. ഒരിക്കൽ ചിത്രാവതി തീരത്തെ ഭജനയ്ക്ക് ശേഷം സ്വാമിയും സംഘവും മന്ദിരത്തിലേക്ക് പോകാൻ തുടങ്ങി. സുശീലാമ്മയും സഹോദരി കുമാരമ്മയും തിടുക്കത്തിൽ ആദ്യം പോകാനാഞ്ഞു. സ്വാമി വരുമ്പോഴേക്കും ആരതിക്കുള്ള ഏർപ്പാട് ചെയ്യുകയാണ് അവരുടെ ഉദ്ദേശ്യം. സ്വാമി അപ്പോൾ സുബ്ബമ്മയോട് ആംഗ്യത്തിൽ പറഞ്ഞു, അവരെ വിടണ്ട, സുബ്ബമ്മ പോകൂ. അങ്ങനെ സുബ്ബമ്മ ആദ്യം പോയി. മന്ദിരത്തിന്റെ കവാടത്തിൽ ചെന്നപ്പോൾ അവർ കാണുന്നത് ഒരു വലിയ പാമ്പ് അവിടെ കിടക്കുന്നതാണ്. അവർ ഉറക്കെ വിളിച്ചു, സായി നാഗേശ്വരാ, സായി നാഗേശ്വരാ. ശബ്ദം കേട്ട് ആളുകൾ ഓടിയെത്തി. പാമ്പിനെ കൊല്ലാനായി വടിയെടുത്തു കൊണ്ടുവന്നു. സുബ്ബമ്മ പറഞ്ഞു, എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്നാണ് സ്വാമി പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ നിങ്ങൾ ആരും ഈ പാമ്പിനെ തല്ലരുത്, കൊല്ലരുത്. അവർ ധൈര്യത്തോടെ പാമ്പിനെ കയറി പിടിച്ചു. പാമ്പ് ഉടനെ അവരുടെ കയ്യിൽ ചുറ്റി, പക്ഷെ കടിച്ചില്ല. സ്വാമി അപ്പോഴേക്കും മന്ദിരത്തിലെത്തി. അവിടുന്ന് ഗൗരവം നടിച്ചു ചോദിച്ചു, എന്താ സുബ്ബമ്മ, പാമ്പുമായിട്ടാണോ കളിയൊക്കെ? സുബ്ബമ്മ തിരിച്ചു ചോദിച്ചു, സ്വാമി ആ സ്ത്രീകളെ രക്ഷിക്കാനല്ലേ അവിടുന്ന് എന്നെ ആദ്യം പറഞ്ഞു വിട്ടത്? മരിച്ച ഭർത്താവിന്റെ ദർശനം. വിചിത്രമായ ഭഗവത് ലീലകൾ ധാരാളം കാണാനും അനുഭവിക്കാനും സുബ്ബമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ സ്വാമി കളിയായി തിരക്കി, സുബ്ബമ്മയ്ക്ക് ഭർത്താവിനെ കാണാൻ ആഗ്രഹമുണ്ടോ? സുബ്ബമ്മയുടെ ഭർത്താവ് മരിച്ചിട്ട് ഏറെയായിരുന്നു. സുബ്ബമ്മ പറഞ്ഞു, എനിക്ക് അത്തരം ആഗ്രഹമൊന്നുമില്ല. മരിച്ചുപോയ ആളുമായി എനിക്ക് എന്ത് ബന്ധം? സ്വാമിയുടെ മഹിമ കാണാനുള്ള യോഗം അദ്ദേഹത്തിന് ഉണ്ടായില്ല. എനിക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്. അതിനാൽ എനിക്ക് സ്വാമിയെ സേവിക്കാൻ കഴിയുന്നു. പക്ഷേ സ്വാമി പറഞ്ഞു, എന്തായാലും ഭർത്താവിനെ ഒന്ന് കാണൂ. എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അതും കൂടി തീരട്ടെ. സ്വാമി നിർദ്ദേശിച്ച പ്രകാരം അവർ വീടിന് പിറകിലുള്ള മുറ്റത്തേക്ക് ചെന്നു. അവിടെ ഒരു മരച്ചുവട്ടിൽ അവരുടെ ഭർത്താവ് പരേതനായ നാരായണ റാവു നിൽക്കുന്നു. മരിച്ച ഭർത്താവിനെ വീണ്ടും ശരീരത്തോടെ കണ്ടതിൽ അവർ സന്തുഷ്ടയായി. പക്ഷേ മരിക്കുന്നതിന് മുമ്പുള്ള പുകവലി എന്ന ദുശ്ശീലം ഇപ്പോഴും തുടരുന്നത് കണ്ട് അവർക്ക് ദേഷ്യം വന്നു. കഷ്ടം, ഇപ്പോഴും ഈ സ്വഭാവം ഉപേക്ഷിക്കാനായില്ലല്ലോ. എനിക്ക് നിങ്ങളെ കാണണമെന്നില്ല. ഇത്രയും പറഞ്ഞ് അവർ മടങ്ങി. സുബ്ബമ്മയുടെ പത്നി കമലാമ്മയും പരേതനായ ഭർത്താവിനെ കാണാൻ സുബ്ബമ്മയുടെ സപത്നി കമലാമ്മയെയും പരേതനായ ഭർത്താവിനെ കാണാൻ സ്വാമി അനുഗ്രഹിച്ചു. ഈ സംഭവം പരാമർശിക്കവേ ഭഗവാൻ അരുളി, കൃഷ്ണാവതാരത്തിലും ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് കൃഷ്ണന്റെ സമകാലീനരിൽ പലരും സാക്ഷികളായിട്ടുണ്ട്. ഓം തത് സത്ത്.